എഡിറ്റോറിയൽ ഫാദർ വിക്ടർ വിപിൻ വില്യംസ്. ആഗോള കത്തോലിക്ക സഭ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 145 കോടി കത്തോലിക്ക വിശ്വാസികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവെസ്റ്റ് ലിയോ 14 പാപ്പ എന്ന നാമം സ്വീകരിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ 267 പാപ്പയായി ഔദ്യോഗികമായി ചുമതലയേറ്റി. ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനവും പ്രേരണയും പ്രതിഫലിച്ചു നിന്ന ഉജ്ജ്വലമായ ചർച്ചകളും പരിചിന്തനകളും നിറഞ്ഞു നിന്ന സിനഡാത്മക ചൈതന്യമുള്ള കോൺക്ലേവിന് ഒടുവിൽ ചില ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ലോകത്തിലെ സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ മണ്ണിൽ നിന്ന് ആദ്യമായി ലോകകാരുണ്യത്തിൻ്റെ പിൻഗാമിയെ കണ്ടെത്താൻ സാധിച്ചു. ചിക്കാഗോയിൽ ജനിച്ച റോബർട്ട് പ്രവോസ്റ്റിനെ ലിയോ 14 പാപ്പയായി കർദിനാൾമാർ തിരഞ്ഞെടുത്തത് കാലത്തിൻ്റെ അടയാളങ്ങളോടുള്ള സഭയുടെ പുരോഗമനപരമായ പ്രതികരണമായി കാണാനേ കഴിയൂ. കുടിയേറ്റം, കാലാവസ്ഥ, അടിയന്തരാവസ്ഥ തുടങ്ങിയ വെല്ലുവിളികളോടുള്ള ആഗോള പ്രതികരണങ്ങൾ ദേശീയതയെ ദുർബലപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പയെപ്പോലെ സമാധാനത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു പാപ്പയെ തന്നെയാണ് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മിഴിവോടെ പാപ്പയുടെ വരുംകാല ശുശ്രൂഷകൾക്ക് പ്രാർത്ഥനയുടെ ഐക്യത്തിൽ നമുക്കും പങ്കുചേരാം. ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ 2025 ഏപ്രിൽ 12 വടക്കേ മലബാറിലെ രൂപതകളുടെ മാതാവായ കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയതും കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനും കോഴിക്കോട് രൂപതയുടെ മെത്രാനുമായ വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ആർച്ച് ബിഷപ്പായി അവരോധിച്ചതും കണ്ണൂർ രൂപതയെയും സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തി ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിച്ച് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് പരിശുദ്ധാത്മാ നിറവോടെ അഭിഷേകം നിറഞ്ഞ ശുശ്രൂഷകൾക്കായി നമുക്കും ഒരുമിച്ച് ഇവർക്കായി പ്രാർത്ഥിക്കാം.